ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നു വന്നത് പഴയൊരു ഗാനമാണ്. എത്ര കേട്ടാലും മതിവരാത്ത ഒരു മനോഹരമായ ഗാനത്തിൻ്റെ 2 വരികളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. വളരെ മനോഹരമായിട്ട് പാടി വച്ചിരിക്കുന്ന ഒരു ഗാനം. അതിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട്, പക്ഷെ അത് മനോഹരമാകണമെന്നുണ്ടെങ്കിൽ അത് ദൈവം നിർമ്മിക്കണം, എങ്കിലേ അത് മനോഹരമായി മാറത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയത്തെക്കുറിച്ചും നമ്മുടെ ചിന്തയെക്കുറിച്ചുമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. നമുക്ക് മനോഹരമായ ഹൃദയമുണ്ട്, ചിന്തയുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്നത് ഹൃദയവും ചിന്തയും തമ്മിൽ കണക്ട് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ദൈവത്തെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് വലിയ അനുഗ്രഹമായിരിക്കും, വലിയ കൃപയായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പലതും. പുറമേ നിന്നും ഒന്നിനെയും അത് സ്വാധീനിക്കുന്നില്ല. വളരെ മനോഹരമായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധമാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധമാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരത്തുള്ളൂ. അത് നല്ലതായാലും മോശമായാലും. അത് എപ്പോഴാണ് മോശമാകുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ യേശുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും ഇല്ലാതെ വരുമ്പോഴാണ് സമൂഹം പ്രതീക്ഷിക്കാത്ത, ദൈവം പ്രതീക്ഷിക്കാത്ത ചില പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ആധുനിക ലോകത്ത് വളരെ മനോഹരമായിട്ട് ചിന്തയെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേമൊക്കെ നമുക്കറിയാം. കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉള്ള ഒരു കാലഘട്ടമാണ്. വളരെ മനോഹരമായി സാമൂഹികപരമായിട്ടും അല്ലാത്ത രീതിയിലും നല്ല ചിന്തകൾ സമൂഹത്തിലൂടെ തരുന്നവരുണ്ട് എല്ലാവരും. പക്ഷെ അവിടെയൊക്കെ ഒരു കുറവ് അനുഭവപ്പെടുന്നത് ഒരു ദൈവീകതയുണ്ടോ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, അപ്പോൾ നമ്മുടെ എല്ലാ അധരത്തെയും അതിലംബിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. മനോഹരമായ ഹൃദയവും ചിന്തയും കണക്ട് ചെയ്യുന്നതോടൊപ്പം ഈശോയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ മനോഹരമായ ചിന്തകളും അത് സമൂഹത്തിന് ഉപയോഗമുള്ള രീതിയിൽ വരുകയുള്ളൂ. അസാധാരണമായ 2 ജീവിത അവസ്ഥകൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. മനുഷ്യനായി നിന്നുകൊണ്ട് തന്നെ അസാധാരണമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് അസാധാരണമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നു. നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതൊരു അസാധാരണമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ആ അസാധാരണമായ ജീവിതം നല്ലതാകണമെന്നുള്ളത് നിർബന്ധമില്ല. പക്ഷേ ദൈവമായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടാകുന്നൊരു അസാധാരണത അത് എന്തുകൊണ്ടും വളരെയധികം കഴിവുള്ള അല്ലെങ്കിൽ മനോഹരമായ ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു ജീവിതമായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പോസ്തലന്മാർ. സാധാരണ ജീവിതം നയിച്ചവർ ക്രിസ്തുവിനുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം അവരുടെ ചിന്തകളെയും ഹൃദയത്തെയും. അവർക്കൊരു അസാധാരണമായൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് കാരണം ക്രിസ്തു കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. എന്ന് ആ കണക്ഷൻ കട്ടാവുന്നു, അവർ സാധാരണ ജീവിതത്തിലോട്ട് പോകും. അതുകൊണ്ടാണ് അവർക്ക് പല ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്നത്, പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുന്നത്, സൗഖ്യം നൽകാനായിട്ടൊക്കെ സാധിക്കുന്നത്. അതൊരു അസാധാരണമായ ജീവിതമാണ്. സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ദൈവമായിട്ടൊന്ന് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്.
എനിക്കൊരു ഹൃദയമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, മനോഹരമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അവിടെ എപ്പോഴും ദൈവത്തെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കണക്ഷൻ കട്ടായി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ നശിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അത് ഇല്ലാതായി മാറുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ അനുഗ്രഹവും നമ്മൾ യാചിക്കേണ്ടത്. ഇന്ന് ഈ വിശുദ്ധ വചനം വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പാടി 2 വരികളുള്ള ഗാനം കൂടെ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കാം. അതിന് ശേഷം വരുന്ന വരികളൊക്കെ വളരെയധികം മനോഹരമായ വരികളാണ്. നമ്മുടെ ജീവിതവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന വരികളാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാകും. നമുക്കറിയാം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ പാപം ചെയ്യാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അവസരം എപ്പോഴും ഉണ്ടാകും. ഇൻക്ലിനേഷൻ ടു സിൻ എന്ന് പറയും. എപ്പോഴും ചെയ്യാനുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാകും. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം, നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.